ചൈനയ്ക്ക് ഇന്ത്യ 8ന്റെ പണി കൊടുത്തെന്ന് കേൾക്കുന്നല്ലോ, എന്താണ് സംഭവം? അത് ഒരു സംഭവം നേരെ ചൊവ്വേ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ എന്താ പറയുക, കുശുമ്പും കുന്നായ്മയും മൂത്തിട്ട് നമ്മൾ പറയും, ഇനി ഞാൻ നിനക്കത് തരൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളത് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ നോക്കും. അല്ലെങ്കിൽ അതിന്റെ ഡയറക്റ്റ് അത് ചെയ്യുന്നത് ആരാണ് അവരുമായിട്ട് ഒരു ടൈപ്പ് വയ്ക്കാൻ നോക്കും. അതാണല്ലോ ചെയ്യുക. അപ്പൊ ഇത്തരത്തിലൊരു കുനിഷ്ട് തോന്നി ചൈനയ്ക്ക്. ഏത് സമയത്താണ്? ഗാൽവാൻ സംഘർഷ സമയത്ത് ഒരു കുനിഷ്ട് തോന്നി. അതായത് ഈ വലിയ തുരങ്കങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ നേരത്തെ ഉപയോഗിക്കുന്ന ടണൽ ബോറിംഗ് മെഷീനുകളുണ്ട്. ഈ മെഷീനുകള് സത്യത്തിൽ ജർമ്മനിയിൽ ആണ് കൊടുക്കുന്നത്. പക്ഷെ അത് നിർമ്മിക്കുന്നത് ചൈനയുടെ പ്ലാന്റിലാണ്. അപ്പോൾ ഗാൽവാൻ സംഘർഷം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ചൈന പറഞ്ഞു ഈ കുറച്ച് നാളത്തേക്ക് ഇതിന്റെ പ്രവർത്തനം അങ്ങ് നിർത്തിവെച്ചു. അപ്പോൾ ജർമ്മനിക്ക് നമുക്കിത് തരാൻ പറ്റില്ല, ചൈനയിൽ നിന്ന് നമുക്ക് എന്തായാലും വാങ്ങാൻ പറ്റില്ല, അപ്പൊ ജർമ്മനിക്കും തരാൻ പറ്റില്ല. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങൾ, അതായത് ഇന്ത്യയും ജർമ്മനിയും പ്രതിസന്ധിയിലായി. അപ്പൊ ഇന്ത്യയും ജർമ്മനിയും പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മുടെ ഒരു സ്വഭാവം അനുസരിച്ച് മറുവഴികൾ തേടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ഹെറങ് നെക്സ്റ്റ് എന്ന് പറയുന്ന അതിന്റെ എന്തെങ്കിലും പ്രൊനൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ കേൾക്കുന്നവർ ക്ഷമിക്കുക. ഹെറങ് നെക്സ്റ്റ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ലോകത്തിനാകെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ കമ്പനിയായിരുന്നു. ആ കമ്പനിയുടെ പ്രവർത്തനങ്ങളാണ് നിലച്ചത്. അതായത് ചൈനീസ് ഫാക്ടറികളിൽ നിന്നുള്ള കയറ്റുമതി വൈകിയതിനെ തുടർന്ന് അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് തടസ്സപ്പെട്ടു. അങ്ങനെ ജർമ്മൻ ടണൽ ബോറിംഗ് മെഷീൻ നിർമ്മാതാക്കൾക്ക് ഇത് നമുക്ക് തരാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ തുടർന്ന് നമ്മളിപ്പോൾ എടുത്തൊരു തീരുമാനം എന്താണ്? ജർമ്മനി അങ്ങ് തീരുമാനിച്ചു, ഈ ഒരു ടണൽ ബോറിംഗ് മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീൻ ഇന്ത്യയിൽ അതിൻ്റെ ഉൽപാദന സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത് ഒരു പ്ലാന്റ് തന്നെ സ്ഥാപിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ രാജ്യത്തേക്ക് ഒരു വലിയ നിക്ഷേപം വരികയാണ്. വലിയൊരു നിർമ്മാണ കമ്പനി, ജർമ്മൻ നിർമ്മാണ കമ്പനി കൂടി വരികയാണ്. ഒരു നിർമ്മാണ കമ്പനി വരുമ്പോൾ സ്വാഭാവികമായും അത് വരുന്ന പ്രദേശം, ആ വരുന്ന സ്ഥലത്തുള്ള കുറച്ച് ആളുകൾ, പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് ജോലി ലഭിക്കുന്നു. പിന്നീട് ഇത്തരത്തിൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട അറിവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ യുവാക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടി സ്വാഭാവികമായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിലേക്കുള്ള 3 ഹെറങ് നെക്സ്റ്റ് മെഷീനുകളെങ്കിലും ചൈനീസ് കസ്റ്റംസ് തടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ജർമ്മനി പോലും പറയുന്ന ഒരു കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ മറ്റു വഴികൾ തുടങ്ങുന്നത്. അതായത് കൂടുതൽ തടസ്സങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് കമ്പനി അവരുടെ ഉൽപാദനത്തിന്റെ ഒരു ഭാഗം ഇന്ത്യയിലേക്ക് മാറ്റാനായിട്ട് തീരുമാനിച്ചു എന്നുള്ള ഒരു വിവരം കൂടി അവിടുത്തെ, അതായത് ഇന്ത്യയിലെ ജർമ്മൻ അംബാസഡർ ആയിട്ടുള്ള ഫിലിപ്പ് അക്കർമാൻ എന്ന് പറയുന്ന ആള് ഒരു മാധ്യമത്തോട് സംസാരിക്കവേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ചൈനീസ് ഇത്തരത്തിലുള്ള എന്താ പറയുക, ചൈനയുടെ ഇത്തരത്തിലുള്ള കോപ്രായത്തരങ്ങൾ, അപ്പോൾ അതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മാത്രമല്ല നഷ്ടമുണ്ടാകുന്നത്, ജർമ്മനിയിലെ ഈ ഒരു കമ്പനികൾക്ക് കൂടി മാറ്റം ഉണ്ടാകുന്നുണ്ട്. അവർ അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് വരികയാണ്. അപ്പൊ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി ഹെറങ് നെക്സ്റ്റിന്റെ യന്ത്രങ്ങൾ ചൈനയിൽ നിർമ്മിച്ചു കൊണ്ടിരുന്നു. എന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ 2020 ഗാൽവാൻ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ബീജിങ്ങും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷങ്ങളിൽപ്പെട്ട നിയന്ത്രണങ്ങളിലാണ് തുടർന്നത്. അപ്പൊ ഈ ഒരു സംഭവങ്ങൾ ഒക്കെ ഉണ്ടായി കഴിഞ്ഞ വർഷം ഇവരിത് കയറ്റുമതി നിയന്ത്രണം എന്ന് പറയുന്നത് എടുത്തു കളഞ്ഞു. കഴിഞ്ഞ വർഷമാണ്. അപ്പൊ 2020 തുടങ്ങി 2024 3 വർഷം ഇതിന്റെ നിയന്ത്രണം ഉണ്ടായി. അപ്പൊ 3 വർഷം നിയന്ത്രണം ഉണ്ടാകുമ്പോൾ അത് സംബന്ധിച്ചുള്ള എന്താ പറയാ പ്രശ്നങ്ങൾ നമ്മൾക്കും ഉണ്ടായിട്ടുണ്ട്, ജർമ്മനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും അവർ ചിന്തിക്കും, നമുക്ക് ചേർന്നുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള മെഷീനുകൾ നിർമ്മിച്ചുകൂടാ? ഒന്നില്ലെങ്കിൽ ഇന്ത്യ ജർമ്മനിയിലേക്ക് എത്തുകയോ, അല്ലെങ്കിൽ ജർമ്മനി ഇതിന്റെ സാങ്കേതിക വിദ്യ ഉൾപ്പെടെയായിട്ട് വന്നിട്ട് ഇന്ത്യയിൽ പ്ലാന്റ് നിർമ്മിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നിർമ്മിച്ചുകൂടെ? അപ്പോൾ മറ്റൊരാൾ, അതായത് ഇന്ത്യയും ജർമ്മനിയും നേരിട്ടുള്ള ടൈപ്പായി ഒരു 3ാം കക്ഷി അവിടെ ഒഴിവാകുന്നു. അപ്പൊ നമ്മളിപ്പോ അമേരിക്കയെ പോലും നമ്മൾ മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഒരു വാതിൽ അടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് അനേകം വാതിലുകൾ ഇവിടെയുണ്ട്. അപ്പോ നമ്മുടെ ഭരണകൂടം പറയുന്നത്
ലാറ്റിൻ അമേരിക്ക ഉണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്, യൂറോപ്പുണ്ട്. അപ്പൊ ഇത്രയും വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറന്നു കിടക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ ചെന്നൊന്ന് നോക്കുകയേ വേണ്ടു. ഒരു പക്ഷെ എത്രയോ താല്പര്യമുള്ളവരുണ്ടാകാം. അപ്പൊ അത്തരത്തിലുള്ള സാധ്യതകൾ തന്നെയാണ് ഇവിടെ നമ്മൾ തേടുന്നതും ജർമ്മനി തേടിയതും അത് തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യക്ക് അത്തരത്തിലുള്ള വൻകിട നിർമ്മാണ പ്ലാന്റുകളെ ഉൾക്കൊള്ളാനുള്ള എന്താ പറയുക മികവ് ഇന്ത്യക്കുണ്ട്. അവിടെ ഒരു അതായത് കേരളത്തിലെ കാര്യം മാറ്റരുത്, കേരളത്തിൽ എന്ത് വന്നാലും അടുത്ത ദിവസം ഷട്ടർ ഇടേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഇവിടുത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഒരു മേന്മ കൊണ്ടാണ്. പക്ഷേ കേരളം ഒഴിച്ച് എന്തിന് സ്റ്റാലിന്റെ തമിഴ്നാട്ടിലടക്കം ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനവും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ മികവ് അവരുടെ ആ സംസ്ഥാനങ്ങൾക്കുമുണ്ട്. അപ്പൊ ഇതിൽ ഏതൊരു സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് നിർമ്മിക്കുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജനതയ്ക്ക് കൂടി ഉയർച്ച ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തിന്റെ ഉയർച്ച കൂടി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധം ഈ കഴിഞ്ഞു പോയ വർഷങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ അംബാസഡർ പറയുന്നുണ്ട്. അപ്പൊ മെയ് മാസത്തിലാണ് ഈ അധികാരമേറ്റുള്ള ചാൻസലർ ഫ്രെഡറിക് മെർസ് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടോടി അവിടുത്തെ വിദേശകാര്യ മന്ത്രി ജോഹാൻ വാഡേഫുൾ സെപ്റ്റംബറിൽ ന്യൂഡൽഹി സന്ദർശിച്ചിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അപ്പോൾ തൈസൺ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റംസ്, മസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് എന്നിവരുമായിട്ടുള്ള P71 അന്തർവാഹിനി പദ്ധതിയെ കുറിച്ചുള്ള ചർച്ചകളും ഉപകരണ അഭ്യർത്ഥനകൾക്കുള്ള വേഗത്തിലുള്ള അനുമതികൾ എന്നിവ ഉൾപ്പെടെയുള്ളത് ഇന്ത്യയുമായി കൂടുതൽ ആഴത്തിലുള്ള ഒരു പ്രതിരോധ ബന്ധം കൂടി ജർമ്മനിക്ക് ശക്തമാക്കാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ നമ്മുടെ രാജ്യം പോകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിനുള്ള പുതിയൊരു അഭിവൃദ്ധി കൂടിയാണ്. അപ്പോൾ ഈ പറയുന്ന ടണൽ ബോറിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ചെന്നൈയിലാണ് വരുന്നത്. പുതിയ പ്ലാന്റ് വരുന്നത് ചെന്നൈയിലാണ്. അപ്പൊ അതില് കമ്പനി വടക്കൻ ചെന്നൈയില് 50 കോടിയിലധികം വിലയ്ക്ക് 12.4 ഏക്കറാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ രാജ്യത്തുടനീളം ആസൂത്രണം ചെയ്തിരിക്കുന്ന നിരവധി ടണലിംഗ് പദ്ധതികളാണ് ഈ വിപുലീകരണത്തിനൊക്കെ വരുന്നത് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. എന്തായാലും 2007 ചെന്നൈയിൽ TBM അസംബ്ലി സൗകര്യം സ്ഥാപിച്ച ആദ്യത്തെ കമ്പനിയാണ് ഹെറൻ നെക്സ്റ്റ്. ഇപ്പോൾ വടക്കൻ ചെന്നൈയിൽ 12.4 ഏക്കറിൽ ഒരു നിർമ്മാണ പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ട് നഗരത്തിൽ പ്രവർത്തനം വിപുലീകരിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ കന്നിഗൈപ്പറിലെ ഭൂമിയാണ് നേരത്തെ എനിക്ക് തോന്നുന്നു 4.5 കോടി നിരക്കിൽ ഏറ്റെടുത്തിരുന്നതെന്നും മൊത്തം 50.22 കോടി വിലമതിക്കുമെന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇതില് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അടുത്തിടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ജർമ്മനി സന്ദർശന വേളയിൽ തമിഴ്നാട്ടിൽ കമ്പനിയുടെ വിപുലീകരണത്തിനായിട്ട് ഒരു ധാരണാപത്രമൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ മഹാനും പല സമയങ്ങളിലായിട്ട് പല രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഈച്ചക്കുഞ്ഞു പോലും വന്നിട്ട് എന്തെങ്കിലും ഒരു കമ്പനി തുടങ്ങുന്ന ഒരു കാര്യം പറഞ്ഞു കേൾക്കുന്നില്ല. പകരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അയ്യപ്പന്റെ സ്വർണം അടക്കം മോഷ്ടിച്ചുകൊണ്ട് പോയ കഥയാണ്. പോയിക്കോട്ടെ, ഇനി അവിടെ ഗൾഫിൽ എന്തോ വലിയ വിപത്ത് വരാനിരിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. എന്തായാലും ഭാരത് ഹെവി ഇലക്ട്രിക് ലിമിറ്റഡിലെ സീനിയർ എഞ്ചിനീയർ ആയിട്ടുള്ള അമേന്ദ്ര ശ്രീവാസ്തവ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, അടുത്ത ദശകത്തിൽ 3 ലക്ഷം കോടിയിലധികം വിലമതിക്കുന്ന തുരങ്ക പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വലിപ്പവും സവിശേഷതകളും ഒക്കെ അനുസരിച്ച് ഓരോ BTMകളും $10 മുതൽ $100 മില്യൺ വരെ വില വരുമെന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ ഹെറൻ നെക്സ്റ്റ് എന്ന് പറയുന്ന കമ്പനി 70% പ്രാദേശികവൽക്കരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ ഒരു പ്രോജക്റ്റ് ആണ്. ആ കമ്പനി പല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ കമ്പനിയാണ് ഇപ്പൊ വിപുലീകരിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനവുമായിട്ട് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് ഈ പിന്നിൽ നിന്ന് കുത്തുന്നവന് നേരിട്ടുള്ള മറുപടിയാണ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് പിന്നിൽ നിന്ന് കുത്തുന്ന പരിപാടി ഒരു ഭാരതീയന്റെയും ബ്ലഡിൽ ഓടുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നല്ലത്.